ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവേ മരിയ, പരിശുദ്ധ അമ്മ ചെയ്ത വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കൃപാസന അമ്മയുടെ അനന്തമായ കരുണയാൽ എൻ്റെ പേര് ജോർജിയസ് ബെന്നിക്കിട്ടൻ, ജോർജ് ജോസഫ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. കോഴിക്കോട് സ്വദേശി, കോഴിക്കോട് സെൻറ്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. 2017 ആ സ്കൂളിലൊരു ഹെഡ് മാസ്റ്റർ പോസ്റ്റ് വന്നു. അതിന് തീർച്ചയായും അർഹനായത് ഞാനായിരുന്നു. കാരണം അതിൽ സീനിയോറിറ്റി ആയിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള വ്യക്തിയും ഞാനായിരുന്നു. നിർഭാഗ്യവശാൽ വേറൊരു വ്യക്തിയെയാണ് എന്നേക്കാൾ പ്രായം കുറവുള്ളതും അതുപോലെ വീണ്ടും സർവീസൊക്കെയുള്ള ജൂനിയർ ആയിട്ടുള്ള വ്യക്തിയെയാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം കുറച്ച് വിഷമമുണ്ടായി. എങ്കിലും കുറച്ച് നാളത്തെ ആലോചനയ്ക്ക് ശേഷം ആത്മീയമായ പ്രത്യേകിച്ച് ക്രിസ്തീയമായ ജീവിതാനുഭവമുള്ള സ്പിരിച്വൽ കൗൺസിലിങ്ങിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊരു പരാതി കൊടുക്കാൻ എന്നോട് സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അതുപ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പരാതി കൊടുക്കുകയും അതിനു മുമ്പ് തന്നെ മാനേജ്മെൻറ്റിനോട് ഒരു വട്ടം കൂടി എനിക്കൊരു വർഷമുള്ളൂ, അതുകൊണ്ട് അനുവദിച്ച് തരികയാണെങ്കിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പറഞ്ഞു. എൻ്റെ അമ്മ 29 വർഷത്തോളം അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തു. അപ്പോൾ അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഒരു എയ്ഡഡ് സ്കൂളിൽ അപൂർവമായി വരുന്നൊരു അവസരമാണിത്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പരാതി കൊടുത്തപ്പോൾ ഓരോ ഘട്ടത്തിലും എനിക്ക് അനുകൂലമായി വന്നു. പക്ഷേ ഓരോ ഘട്ടത്തിലും അതിന് മുകളിൽ അപ്പീൽ പോയി. അവസാനം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം DPയിൽ നിന്ന് എനിക്ക് അനുകൂലമായ ഓർഡർ വന്നു. ശാന്തതയോടെ എളിമയോടുകൂടി പറഞ്ഞു. പക്ഷേ അതും സാധിച്ചില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ടായിരുന്നു. ഞാൻ അവസാന കാലത്ത് 55-ാമത്തെ വയസ്സിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അതിൻ്റെ അമ്മയുടെ അത്ഭുതകരമായ ശക്തി എന്ന് പറയട്ടെ, 2017 ഡിസംബർ 13 സർക്കാർ ഒരു അസാധാരണ ഗസറ്റ് പുറപ്പെടുവിച്ചു. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായ വ്യക്തിയെ മാത്രമേ ഹെഡ് മാസ്റ്ററായി നിയമിക്കാൻ പാടുള്ളൂ. മാത്രവുമല്ല അത് മുൻകാല പ്രാബല്യത്തോടു കൂടി. അന്നാണെങ്കിൽ ആ ഓർഡർ ആണെങ്കിൽ എനിക്ക് അനുകൂലമല്ല, പക്ഷേ അതിനേക്കാൾ മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ ഓർഡർ അനുവദിച്ചു. ഇതാണ് എനിക്ക് വലിയ ബലമായെത്തുന്നത്. തീർച്ചയായും കൃപാസന മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി എടുത്തു. മാത്രമല്ല കാശുരൂപം ഞാൻ കഴുത്തിൽ ധരിച്ചിരുന്നു. കൊന്തയിൽ കാശുരൂപം ഉണ്ടായിരുന്നു. ഉടമ്പടിയുടെ തൈലം ഇടയ്ക്ക് പുരട്ടുമായിരുന്നു. ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. അങ്ങനെ വലിയ ശക്തമായ പ്രാർത്ഥനയും. മാത്രമല്ല ഈ ഉടമ്പടി എന്നത് ആത്മീയമായ എല്ലാ രീതിയിലും അനുഗ്രഹപ്രദമാണെന്ന് എനിക്ക് ഉള്ളിൽ നല്ല ബോധ്യമുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വചനം അനുസരിക്കുകയാണ്. ഉടമ്പടിയിൽ എല്ലാം തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി റിട്ടയർ ചെയ്തു. അവസാനമായി ഗവൺമെൻറ് ഫൈനൽ ഓർഡർ വന്നു. അതും എനിക്ക് അനുകൂലമായി വന്നു. ശാന്തതയുടെ കാറ്റത്ത് നിന്നു. പക്ഷേ അതിനെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോടതി കേസ് വന്നു. അപ്പോൾ കേസിന് പോകാൻ എനിക്ക് തീർത്തും താല്പര്യമല്ല. ഇതിനിടയ്ക്ക് കോവിഡ് വന്നു. എതിർ കക്ഷിയുടെ വക്കീൽ മരിച്ചുപോയി. ഞാൻ കേസ് കൊടുത്തില്ല. ഗവൺമെൻറ്റിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിനിടയ്ക്ക് പലതരത്തിലും ചർച്ചകൾ നടന്നു, അനുരഞ്ജനത്തിലുള്ള ചർച്ചകൾ. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ 2025 ഡിസംബർ 5 അവസാന വിധി വന്നു. ആരാണോ കേസ് കൊടുത്തത് അവർക്ക് ഒരു തരത്തിലും, അതായത് 6 പ്രാവശ്യം അവർ കോടതിയിൽ പോയി. കോടതിയിൽ 6 പ്രാവശ്യം കേസ് ലഭിച്ചു. 6 പ്രാവശ്യം ഈ കോടതിയിൽ അവർക്ക് ഹാജരാൻ സാധിച്ചില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല ഇത് കോടതി തള്ളിക്കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. അതിലും കോടതി തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഒരു തരത്തിലും ഇനി ആ കേസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കോടതി അവസാനമായിട്ടുള്ളൊരു വെർഡിക്റ്റ് ഉണ്ടായത് ചെയ്തു. ഇതൊരു ഇമ്പോസിബിളാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പിതാവെ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഈ ഒരു വലിയ വചനത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് മാംസം ധരിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത്ഭുതകരമായ രീതിയിൽ 2025 ജനുവരി 28 ഒരു വലിയ തുക എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതിനു മുമ്പ് സാധാരണ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അതിന് തടസ്സങ്ങൾ വന്നു. പിന്നെ ഒന്നിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ മുൻകാല പ്രാബല്യത്തിൽ ആയി HM പോസ്റ്റ് 2017 ജൂൺ മുതൽ 2018 മെയ് 31 വരെ എന്നെ അപ്പോയിൻറ്റ് ചെയ്തതായി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ നിലവിൽ മാനേജർ മുന്നോട്ട് വെച്ചു. അത് ഗവൺമെൻറ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് വലിയൊരു കരുണയാണെന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്കൂളും ഇന്ത്യയിലെ 3ാമത്തെ പഴക്കമുള്ള സ്കൂളുമാണ് സ്കൂള്. ഇത് എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു തന്നു. അനേക അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിവിടെ വിശദീകരിക്കുന്നില്ല. എനിക്ക് അപകടങ്ങളിൽ നിന്നും, കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു, അൾസറിൽ നിന്നും, ക്യാൻസറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ധാരാളം കാര്യങ്ങൾ ചുരുങ്ങിയ സമയമായതുകൊണ്ടല്ല. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടായി. എനിക്ക് ആത്മീയമായും വലിയ ഒരു ഉൾക്കാഴ്ച, ഉണർവുണ്ടായി.
അതിൻ്റെ ഫലമായി വചനത്തിൽ വലിയൊരു അഭിഷേകം ഉണ്ടായി. യെശയ്യാ 41:10, അതുപോലെ കൊളോസ്യസ് 2:14-15, യെശയ്യാ 54:17, അതുപോലെ ഫിലിപ്പിയ 4:13, ഫിലിപ്പിയ 4:19, അതുപോലെ എന്നെ ശക്തനാക്കുന്നതിൽ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു അഭിഷേകം, അതുപോലെ ഹബക്കൂക്ക് 1:5, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ചു എനിക്ക് വലിയ അനുഭവമായി മാറി. ഇനി സുവിശേഷ വേലയെ പറ്റി പറയുകയാണെങ്കിൽ കൃപാസനം എന്നെ സമയത്തോളം വലിയൊരു അഭിഷേകമാണ്. വലിയ ശക്തമായ സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ടാക്സി സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലുമാണ് സാധാരണ കൊടുക്കുക. അക്രൈസ്തവരുടെ ഇടയിലാണ് ഇത് കൊടുക്കാറുള്ളത്. കാരണം അവർക്കൊക്കെ ഇത് വായിക്കുമ്പോൾ വലിയൊരു അഭിഷേകം കിട്ടും. പിന്നെ യൂട്യൂബിൽ കൂടെ ചെയ്യാം, ഓൺലൈനിൽ ചെയ്യാൻ എല്ലാം സാധിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ ഇത് കൊടുക്കാറുണ്ട്. അതുപോലെ കോഴിക്കോട് കുരിശുപള്ളിയിൽ അക്രൈസ്തവർ ധാരാളം വരുന്ന ഇതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ വിതരണം ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയുമാണെന്ന് അറിയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോരായ്മയുണ്ട്. ദൈവം വിചാരിച്ച പോലെ വിശ്വസ്തനല്ല, എങ്കിലും ചെയ്യാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. പാവപ്പെട്ടവരെ പറ്റുന്ന രീതിയിൽ സഹായിക്കും, അവരെ ആത്മീയമായി ഞാൻ ശക്തിപ്പെടുത്തും. പ്രത്യേകിച്ച് അവർ തളർന്നു പോകുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, വചനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. യേശു ഒരിക്കലും കൈവിടുകയില്ല, പരിശുദ്ധമ്മ മധ്യസ്ഥയാണ്, അവൾ കൃപാസനമാണ്. കൃപാസനം അതായത് ദൈവം ഇറങ്ങുന്ന ഇടമാണെന്ന് എനിക്ക് വലിയൊരു തിരിച്ചറിവുണ്ടായി. കാരണം വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോൾ സമാഗമന കൂടാരവും വാഗ്ദാന പേടവും കണ്ടപ്പോൾ അതിൽ ദൈവം ഇറങ്ങുന്ന ഇടമാണ് കൃപാസനം. ഇന്ന് ശരിക്കും പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് ദൈവം ഇറങ്ങുന്ന ഇടം. കാരണം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ജനിച്ചത്. ഈശോയ്ക്ക് രക്തവും ഭക്ഷണവും അതുപോലെ എല്ലാ കാര്യങ്ങളും 30 വർഷത്തോളം വളർത്തി വലുതാക്കിയത് പരിശുദ്ധ അമ്മയാണെന്നറിയുന്നു. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കില്ല. അതായത് ഞാൻ നിൻ്റെ അമ്മയോട് പറയുന്നു പറഞ്ഞാൽ പലപ്പോഴും ഇതുണ്ട്. ഇത് കൃപാസനത്തിൻ്റെ വലിയൊരു അഭിഷേകമായി എനിക്ക് തോന്നുന്നു. പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്.